ഇന്നത്തെ റോ എപ്പിസോഡ് ഡേ 1 എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യലായിട്ടാണ് നടത്തിയത്. അതിനോടൊപ്പം ഇന്നത്തെ റോ എപ്പിസോഡിൽ മുൻ WWE ചാമ്പ്യൻ വരുന്ന ഒരു വലിയ സെഗ്മെന്റ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞതുപോലെ ഒരു വേറെ ലെവൽ സെഗ്മെന്റും ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് മാച്ചുകൾ, നല്ല നല്ല സെഗ്മെന്റുകൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. മൊത്തത്തിൽ ഇന്നത്തെ റോ ഡേ 1 എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബെക്കി ലഞ്ച് വേഴ്സസ് നയ ജാക്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ഈ മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് 2017-18 ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ബെക്കി നയ ജാക്സ് ഇവർക്ക് തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ സീൻ WWE വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബെക്കി ലഞ്ചിന്റെ ഫേസിൽ അറ്റാക്ക് ചെയ്ത് ബ്ലഡ് വരുന്നത് പോലെ ആ സമയത്ത് റിയലായി നടന്നിരുന്നു. അതേ സീൻ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാച്ചില്. മാച്ചിന്റെ അവസാനത്തിൽ ബെക്കി വിൻ ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നയ ജാക്സ് അത്തരത്തിൽ ഒരു പഞ്ച് ചെയ്തുകൊണ്ട് ബെക്കിനെ അറ്റാക്ക് ചെയ്ത് ശേഷം ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ നയ ജാക്സ് ആണ് വിൻ ചെയ്തത്. പിന്നീട് ബെക്കി ലഞ്ചിന്റെ ഫേസിൽ ബ്ലഡ് വരുന്നതായിട്ടെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ വീണ്ടും നയ ജാക്സ് തന്നെയാണ് സ്ട്രോങ് ആയി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് ജാഡ് കാർഗിലുമായിട്ടുള്ള മാച്ചിലേക്ക് എത്തിപ്പെടും അവസാനം. പിന്നീട് റോ എപ്പിസോഡിൽ കോഡി റോഡ്സിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സ് വന്ന് ഫാൻസുമായി സംസാരിച്ച് പിന്നീട് ഷിൻസ്കെ നാക്കമോറയെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ഷിൻസ്കെ നാക്കമോറ കാരണം കോഡി റോഡ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നും നാക്കമോറ തന്റെ ഫാമിലിയെ പറ്റിയെല്ലാം കളിയാക്കി സംസാരിച്ചതുകൊണ്ട് അവൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോപ്പായി അല്ലെങ്കിൽ സ്ട്രക്കായി നിൽക്കാണ്, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ കോഡി റോഡ്സ് പറയുന്നുണ്ട്. അവസാനം കോഡി റോഡ്സ് നാക്കമോറയെ റിങ്ങിലേക്ക് വിളിച്ച് ഈ സ്റ്റോറി അവസാനിപ്പിക്കാം എന്ന് പറയും. എന്നാൽ നാക്കമോറ ഒരു പ്രോമോ എല്ലാം ഇട്ടുകൊണ്ട് താൻ ഇപ്പോൾ വരില്ല എന്നും താൻ തന്നെ കോഡി റോഡ്സിന്റെ ബുക്ക് ക്ലോസ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു അധ്യായം അടയ്ക്കുമെന്നൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇവർക്ക് മാച്ച് കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റ് അത്യാവശ്യം നല്ല സെഗ്മെന്റ് ആയിരുന്നു. പിന്നീട് ജെയൂസ് ആൻഡ് കോഫി കിസ്റ്റൻ ഫോഴ്സ് ഇംപീരിയം ടീമിന് ഒരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ച് അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ മാച്ചിന്റെ അവസാനത്തോടു കൂടി കോഫി കിസ്റ്റന്റെ ഒരു കിക്ക് റിയലായി ജിയോവാനി വിഞ്ചിനെ നേരെ കൊള്ളുന്നതായിട്ടും ശേഷം റെഫറി ആ ഒരു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ജെയൂസ് ആൻഡ് കോഫി കിസ്റ്റൻ ആ ഒരു മാച്ച് വിൻ ചെയ്തു എന്ന് പറയും. അതായത് ഇംപീരിയം ടീമിന് മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനുശേഷം മിസ് TV സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ മിസ് വന്നതിന് ശേഷം ജഡ്ജ്മെന്റുടെ ടീമിലുള്ള മെമ്പേഴ്സിനെ എല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഒരു സെഗ്മെന്റ് പ്ലാൻ ചെയ്തത്. എന്നാൽ ജഡ്ജ്മെന്റുടെ ടീമിന്റെ തീം മ്യൂസിക് പ്ലേ ആയെങ്കിലും ആർട്ടൂത്ത് ആണ് അവിടെ വന്നത്. ആർട്ടൂത്ത് വന്നതിന് ശേഷം താൻ ജഡ്ജ്മെന്റ് ഡേയിൽ ചേർന്ന കാര്യത്തെ പറ്റി ഈ ഒരു സെഗ്മെന്റിൽ ഫണ്ണിയായി എല്ലാം സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് മുഴുവനായിട്ടും ഒരു ഫൺ സെഗ്മെന്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് JD മെക്ഡാനിക് ആൻഡ് ഡൊമിനിക് മിസ്റ്റീരിയോ അവിടെ വരുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതിനുശേഷം ഇവർ പറയുന്നുണ്ട് ആർട്ടൂത്ത് ജഡ്ജ്മെന്റ് ഡേയിൽ ഇല്ല എന്നൊക്കെ. അപ്പോൾ മിസ് പറയുന്നത് ആർട്ടൂത്ത് JD മെക്ഡാനിക്കിനെ തോൽപ്പിച്ചുകൊണ്ട് ജഡ്ജ്മെന്റ് ഡേയിൽ ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ ആർട്ടൂത്ത് ജഡ്ജ്മെന്റ് ഡേയിൽ ഉള്ളതാണ് എന്നൊക്കെ മിസ്സും ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇതൊരു ടാഗ് ടീം മാച്ചാക്കി മാറ്റുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് വർഷങ്ങൾക്ക് ശേഷം മിസ്സും ആർട്ടൂത്തും അവരുടെ ടീം റീയൂണിയൻ ചെയ്യുന്നതായിട്ടും ഡൊമിനിക് ആൻഡ് JD മെക്ഡാനിക്ക് ഇവരെ ചാലഞ്ച് ചെയ്ത് ഒരു മാച്ച് വെക്കും. അപ്പോൾ ആർട്ടൂത്ത് പറയുന്നത് ഞാൻ ജഡ്ജ്മെന്റ് ഡേയിലുള്ളതാണ്, നിന്റെ കൂടെ ടാഗ് ടീം ആവാൻ പറ്റില്ല എന്നാണ്. ശേഷം മിസ് വീണ്ടും സംസാരിച്ച് ഈ ഒരു മാച്ച് എല്ലാം നടത്തും. അപ്പോൾ ഈ ഒരു മാച്ചും അത്യാവശ്യം ഫണ്ണായിട്ടും അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ആർട്ടൂത്ത് മിസ്സിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജഡ്ജ്മെന്റ് ഡേയുടെ ഭാഗത്ത് ചെന്ന് നിൽക്കുന്നതായിട്ടും JDയുടെ കയ്യിൽ നിന്നും ടാഗ് എല്ലാം വാങ്ങിക്കൊണ്ട് അവിടെയും ഒരു ഫൺ സെഗ്മെന്റ് കാണിച്ചിരുന്നു. ശേഷം അവസാനം JD മെക്ഡാനിക്കിനെ മിസ്സിനിട്ടുകൊണ്ട് മിസ് ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ മിസ് ആൻഡ് ആർട്ടൂത്ത് ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് ഫണ്ണായിട്ടും അത്യാവശ്യം നല്ല മാച്ചായിട്ടും തോന്നി. അതിനുശേഷം വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. ഈ മാച്ച് നടന്നത് വുമൺസ് വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി വേഴ്സസ് ഐവി നെയിൽ ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ മാച്ചായിട്ട് മുന്നോട്ട് പോകും. റിയ റിപ്ലി സിമ്പിളായിട്ട് സ്റ്റിൽ ചാമ്പ്യൻ ആകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ റിയ റിപ്ലിക്ക് അല്പം ടഫ് കൊടുക്കുന്നത് പോലെയാണ് ഈ ഒരു മാച്ചിൽ ഐവി നെയിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഈ മാച്ച് ഇവര് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിലും മാച്ചിന്റെ അവസാനത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും പറയാവുന്നത് പോലെ റിയ റിപ്ലി തന്നെയാണ് ഫിനിഷർ എല്ലാം ചെയ്തുകൊണ്ട് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. ഇത് നല്ലൊരു മാച്ചായിരുന്നു. പിന്നീടാണ് റോ എപ്പിസോഡിൽ സർപ്രൈസ് ആയിട്ടുള്ള ആ ഒരു സെഗ്മെന്റ് നടന്നത്. അതായത് ത്രിബിളച്ചിട്ട പോസ്റ്റ് എല്ലാം ഇടയ്ക്ക് WWE കാണിച്ചുകൊണ്ട് ആ ഒരു സെഗ്മെന്റിന് ഒരു ഹൈപ്പ് എല്ലാം കൊടുത്ത് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ആ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ മുൻ WWE ചാമ്പ്യൻ ആയിരുന്ന
ഒരു റെസ്ലർ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ അടുത്ത സെക്കൻഡിൽ ജിന്ദർ മഹലാണ് വന്നത്. വന്നതിന് ശേഷം ഫാൻസിന് ഒട്ടും ഇഷ്ടപ്പെടാത്തതുപോലെയും പിന്നീട് ജിന്ദർ മഹൽ വന്നുകൊണ്ട് US പറ്റിയെല്ലാം മോശമായി സംസാരിക്കുന്നതായിട്ടാണ് ഈ ഒരു സെഗ്മെന്റിൽ മുഴുവനായിട്ടും കാണിച്ചിട്ടുള്ളത്. അവസാനം ആരും പ്രതീക്ഷിക്കാത്ത വിധം റോ ഡേ 1 എപ്പിസോഡിൽ സർപ്രൈസ് ആയിട്ട് റോക്ക് റിട്ടേൺ ചെയ്യും. റോക്ക് റിട്ടേൺ ചെയ്തതിന് ശേഷം ജിന്ദർ മഹലിനോട് ഇന്ന് നിന്റെ പ്രശ്നം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ജിന്ദർ മഹലിനെ ഭയങ്കരമായി കളിയാക്കിക്കൊണ്ട് ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകും. അതായത് ഞാനാണ് പീപ്പിൾ ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞ് നീ എന്തിനാണ് ഞങ്ങളെയെല്ലാം കളിയാക്കുന്നത്, അല്ലെങ്കിൽ US കളിയാക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിന്ദർ മഹലിനെ ഭയങ്കരമായി കളിയാക്കി ഈ സെഗ്മെന്റ് കൊണ്ടുപോകും. അവസാനം ദേഷ്യം വന്ന ജിന്ദർ റോക്കിനെ കയറി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ റോക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് റോക്കിന്റെ ഫേമസ് ആയിട്ടുള്ള പീപ്പിൾ എൽബോ എല്ലാം ജിന്ദർ മഹലിനെ ചെയ്തുകൊണ്ട് റോക്ക് മൈക്കെടുത്ത് സംസാരിക്കും. ഒരു കാര്യം, ചില സമയത്ത് ഏതെങ്കിലും വിഷയം വർക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടാൽ ഒന്നും തോന്നരുത്, തൊട്ടപ്പുറത്ത് ഡ്രസ് വർക്കിന്റെ പണി നടക്കുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ റോക്ക് സംസാരിച്ചത് ഇങ്ങനെയാണ്, അതായത് റോക്കിന് ഭയങ്കരമായി വിശക്കുന്നുണ്ട് എന്നും താൻ അവിടെയുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കണോ അല്ലെങ്കിൽ ബാറിലേക്ക് പോകണോ, അതുമല്ലെങ്കിൽ റോമന്റെ കൂടെ മത്സരിച്ചാലേ തന്റെ വിശപ്പ് മാറൂ, ആ ഒരു ലെവലിലൊക്കെയാണ്. അതായത് ഇത്തരത്തിൽ ഒരു സെഗ്മെന്റ് വെച്ചുകൊണ്ട് റോമൻ റെയിൻസുമായിട്ടുള്ള മാച്ചാണ് ഈ ഒരു സെഗ്മെന്റിൽ റോക്ക് ടീസ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടി ഈ ഒരു സെഗ്മെന്റ് അവസാനിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് റോക്കിന്റെ റിട്ടേൺ ഒന്നും ആരും പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഈ സർപ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക. റോക്ക് റോമൻ ഇവരുടെ മാച്ച് കൺഫേം ആയി നടക്കും. അപ്പോൾ കോടിയെ WWE പറ്റിക്കുമോ എന്ന് അടുത്തതായിട്ട് ഒരു വീഡിയോ ചെയ്ത് പറയാം. പിന്നീട് വുമൻസിന്റെ ഒരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. ഷൈന ബേസ്ലർ ആൻഡ് സൂയിസ് സ്റ്റാർക്ക് വേഴ്സസ് നറ്റാലിയ ആൻഡ് ടീഗൻ നോക്സ്. ഈ ഒരു മാച്ചിൽ ഷൈന ബേസ്ലർ ടീമാണ് വിൻ ചെയ്തത്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ചാമ്പ്യനായ സെത്ത് റോലൻസ് വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻപ് ക്രൗൺ ജുവലിൽ കണ്ട മാച്ചാണ്. എന്നാൽ പോലും ഈ മാച്ച് ഒട്ടും മോശം പറയാൻ പറ്റാത്ത ലെവലിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. രണ്ടുപേരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഡ്രൂ മാക്കിൻടയർ സെത്തിനെ ഫ്യൂച്ചർ ഷോക്ക് DDT എല്ലാം ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെത്ത് റോളൻസിനെ ഡ്രൂ മാക്കിൻടയർ ക്ലൈമോർ ചെയ്യുന്ന സമയത്ത് സെത്ത് മാറിക്കൊണ്ട് മാക്കിൻടയർ പിടികിരി ഫിനിഷർ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി. പക്ഷെ അത് മാക്കിൻടയർ കിക്ക് ഔട്ട് ചെയ്തു. അവസാനം ഡാമിൻ പ്രീസ്റ്റ് മണി ഇൻ ദി ബാങ്കുമായി വന്ന് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഡാമിൻ പ്രീസ്റ്റിനെയും ഡ്രൂ മാക്കിൻടയർ ഒരു ക്ലൈമോർ കിക്ക് ചെയ്ത് ആ ഒരു ക്യാഷ് ഇൻ തന്നെ ഒഴിവാക്കി വിടും. ശേഷം റിങ്ങിൽ കയറി സെത്തിനെ ക്ലൈമോർ കിക്ക് ചെയ്ത് ഡ്രൂ മാക്കിൻടയർ പിൻ ചെയ്ത് ആ ഒരു മാച്ച് വിൻ ചെയ്യും. അതായത് റെഫറി കൗണ്ട് ഡൗൺ ചെയ്ത് കറക്റ്റ് 3 കൗണ്ട് ഡൗൺ അടിച്ച് ആ മാച്ച് വിൻ ചെയ്തു. പക്ഷേ സെത്തിന്റെ കാല് റോപ്പിലുണ്ടായിരുന്നു. അത് ഡ്രൂ മാക്കിൻടയർ പിൻ ചെയ്തപ്പോൾ വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്. പിന്നീട് ദേഷ്യം വന്ന ഡ്രൂ മാക്കിൻടയർ ടേബിളിന്റെ മുകളിലേക്ക് സെത്തിനടിക്കാൻ വേണ്ടിയിട്ട് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് പോകും. അവിടെ വെച്ച് സെത്ത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഡ്രൂ മാക്കിൻടയർ പിടികിരി ചെയ്ത് പിന്നീട് റിങ്ങിൽ കൊണ്ടുവന്ന് കൗച്ച് സ്റ്റംപും ചെയ്ത് ഈ മാച്ചിൽ സെത്ത് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യനായത്. ചാമ്പ്യനായതിനു ശേഷം സെത്ത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് റോ എപ്പിസോഡ് എൻഡിയോടെ കാണിച്ച് അവസാനിപ്പിച്ചു. എന്തായാലും നല്ലൊരു റോ എപ്പിസോഡാണ് ഡേ 1 നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.